അമ്മച്ചിയുടെ ഒരു ഐറ്റാണ് തയ്യാറാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക ഞങ്ങളോട്. പുട്ടുപ്പുമാവ് അപ്പയുടെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഡിഷാ. അപ്പയൊന്നും മിണ്ടുന്നില്ല. അലപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു, കടുകിട്ടിരിക്കുന്നു. അതിലേക്ക് ഒരു കുഞ്ഞ് സവോള, ഇഞ്ചി, വേപ്പില, ഒരു വറ്റൽമുളക് കടുക് വറക്കാനായിട്ട്. അതൊരു സ്പെഷ്യൽ ഐറ്റം. ഇവിടുത്തെ അമ്മച്ചിയുടെ ഒരു ഐറ്റാണ് തയ്യാറാക്കണം. ബാലൻസ് വന്നിരിക്കുന്ന പുട്ട എന്ത് ചെയ്യാം എന്നുള്ളതിന്റെ പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കാൻ പോണത്. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ അമ്മച്ചിയുടെ രീതിയാണിത്. ഞാൻ ഇതിലും വ്യത്യസ്തമായ പല രീതിയിലും പലരും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക ഞങ്ങളോട്. അപ്പൊ ഞങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാലോ. ഇത് ഞാൻ ഇവിടെ ഞാനൊന്ന് ഇടയ്ക്ക് ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോയിൽ കറണ്ട് പോയതാണോ? അല്ല, വീഡിയോയിൽ ചെയ്തിട്ടില്ലേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് ഇവിടെ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതി. ഒരു കുഞ്ഞ് പുട്ടേ ബാലൻസ് ഉള്ളു. ഇപ്പൊ ആ പുട്ട് ഇത് കറുത്ത് വരണ്ട കേട്ടോ. സവോള ഇച്ചിരി ഒന്ന് ബോയിലായാൽ മതി. കറുത്ത് വന്നാൽ ടേസ്റ്റ് മാറും. നമുക്ക് അന്നേരത്തേക്ക് ഒന്ന് പൊടിച്ചു വെക്കാം കേട്ടോ. ഒരു ഫുൾ പുട്ട് ബാക്കിയുണ്ടല്ലേ? ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു ചിരട്ടപ്പുട്ടിന്റെ അത്രേ ഉള്ളൂ. അത് ഇതിന് മാത്രമൊന്നുമില്ല, ചെറിയ ചിരട്ടപ്പുട്ടല്ലേ. പാൽപുട്ട്. ഇപ്പൊ മറ്റേ പുട്ട് അതിന്റെ കൂടെ ഉണ്ടാക്കി ചേർത്താൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. ഇത് രാവിലത്തെ ചുട്ടതിന്റെ ബാലൻസ് ഇരിക്കുന്നതാണ്. രാവിലെ ചുട്ട പുട്ട് വൈകുന്നേരം നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം. പുട്ട് പോലെ തന്നെ കഴിക്കണ്ട, അതെ, കുറച്ച് വ്യത്യസ്തമായി കഴിക്കുകയും ചെയ്യാം. ഇതിന് പഴം വേണ്ട, ഒന്നും വേണ്ട ഇതിന്. അതെ, ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റോ അതുപോലുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, അമ്മച്ചിയുടെ റെസിപ്പിയിൽ അതൊന്നുമില്ല. അതെ, അമ്മച്ചി സവോളയും വേപ്പിലെ ഇഞ്ചി മാത്രമേ ഇടുള്ളൂ. പിന്നെ ഇതിടുവായിരുന്നു പച്ചമുളക്. പച്ചമുളക് കിട്ടില്ല, പകരം ഒരു വറ്റൽമുളക് കിട്ടണം കേട്ടോ. ഇത് അമ്മച്ചീസ് പ്രിപ്പറേഷൻ ആണ്. ജനറേഷൻസ് ബാക്ക് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ. പുതിയ ജനറേഷൻ ആവുമ്പോ ഇതിൽ നിറച്ച് വെജിറ്റബിൾസ് ഇടും. വലിയലൊക്കെ ഇടാം. അതെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വേറെ രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടുത്തെ രീതിയാണ്. വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റിപ്പീറ്റേഷൻ ആയി പോകും. ഇത് ശരിക്കും ഒന്ന് തളർന്ന ഒരു പരുവം വന്നാൽ മതി. ഡ്രൈ ആവണ്ട കേട്ടോ. സോളുള്ളി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ടേസ്റ്റ് മാറും. ഇതിൽ പുട്ടിടുവാണ്. മങ്ങ കുറച്ച് കേട്ടോ. ഇത് വെന്തതല്ലേ ഓൾറെഡി. മിക്സ് ആയാൽ മതി. ആ ഇഞ്ചിയുടെയും ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ്, ഉള്ളി മീൻസ് സവോളയുടെ ഒക്കെ ടേസ്റ്റ് ഇതിലേക്കൊന്ന് ചേർന്നാൽ മതി. തേങ്ങ ചേർത്ത് പാലിമൊഴിച്ച് നനച്ച പുട്ടായതുകൊണ്ട് പിന്നെ വേറെ തേങ്ങയൊന്നും ഇല്ല കേട്ടോ. ഇതിൽ ഒന്നുമില്ല. ഇനിയിപ്പം ഉപ്പ് ആവശ്യത്തിനുണ്ട് ഓൾറെഡി. അപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കൊന്ന് മുടിപ്പൊത്തി വെള്ളം ഒഴിക്കണ്ട. ഞാൻ ഓർത്ത് വെള്ളം ഇച്ചിരി ഡ്രൈ ആണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. അതിൻ്റെ ആവശ്യമില്ല. മുടിപ്പൊത്തി വെച്ചിട്ട് കഴിക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇതിലിരുന്നോട്ടെ, ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കേട്ടോ. ഞാൻ ഓഫ് ചെയ്തു. മൂടി വെച്ചായിരുന്നു കേട്ടോ. 1 മിനിറ്റ് മൂടി വെച്ചു. അത് ഓൾറെഡി കുക്ക് ചെയ്തതാന്നേ. പിന്നെ നല്ലതാ. ഇതിലിടാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ചെറുതിലിട്ടോ. മുളക് ഞാൻ മാറ്റിയേക്കാൻ കാരണം നിനക്ക് എരിവ് ചിലപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം ഷുഗർ ചേർത്ത് കഴിച്ചോട്ടോ. വേണ്ട അല്ലേ, എനിക്ക് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഇത് താല്പര്യം. നല്ലതായത്. ഇനി കഴിക്കാം. ചൂടാ, പക്ഷെ കറണ്ടും പോയില്ലേ. അതെ, നല്ലതാണ്. നല്ല ചൂടാ. ഇതില് കടുക് വറക്കുമ്പോഴേ 2 ഉഴുന്നൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഞങ്ങള് തട്ടിക്കൂട്ടി ഒന്നും ചെയ്തില്ല. ഞങ്ങളെ കാണിക്ക് ഐറ്റംസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉഴുന്നൊക്കെ ഇട്ട് കടുക് വറുത്താൽ നല്ലതാണ്. നീ പറഞ്ഞ പോലെ കൂടുതൽ വെജിറ്റബിൾ ഒക്കെ ഇട്ടാൽ നല്ല. അന്നേരം ഇവിടുത്തെ റെസിപ്പി ആവൂല. ഇതാണ് തട്ടിക്കൂട്ട് പുട്ടുപ്പുമാവ്. അങ്ങനെ പേരിടാം. പെട്ടെന്നുണ്ടാക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. രാവിലെ കഴിച്ച പുട്ട് തന്നെ കഴിച്ചു എന്നുള്ളൊരു വിഷമവും ഇല്ല. അപ്പച്ചൻ ഇതിന്റെ കൂടെ കുറെ പഞ്ചസാര അങ്ങ് വാരിയിടുമായിരുന്നു. എന്നിട്ടേ കഴിക്കുമായിരുന്നു. പഴമൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ, പഴം അരിഞ്ഞിടാൻ വേണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ പറയും, അപ്പൊ ഇഷ്ടം പോലെ കഴിച്ചേക്കണം. രാവിലെ ഉണ്ടാക്കണ ബാക്കി ഇരിക്കുന്നത് വൈകുന്നേരം ഈ ഫോമിലാക്കും.
അപ്പൊ രാവിലെ നമ്മൾ പുട്ട് കഴിച്ചില്ലേ, പാൽപുട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള പാൽപുട്ട്. അപ്പൊ വൈകുന്നേരം ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് അതേ പുട്ട് കൊണ്ടുള്ള പുട്ട് ഉപ്പുമാവാണ്. ഇറ്റ്സ് വെരി ഡെലീഷ്യസ് കേട്ടോ. നല്ല ടേസ്റ്റാ. നിറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി പരിഷ്കരിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം. അങ്ങനെ പല പല മാറ്റങ്ങൾ നമുക്ക് വരുത്താം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡെലീഷ്യസ് ആവും. എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ, അമ്മയുടെ അമ്മായിയമ്മയുടെ. നല്ല രസമുണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ ഡിഷ് കണ്ടോ, ഇതൊരു വെറൈറ്റി സാധന. ഒന്ന് കഴിച്ചു നോക്കിയ, ഒരു സ്പൂൺ കഴിച്ചു നോക്കുന്നേ. അപ്പയുടെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഡിഷാ. അപ്പയൊന്നും മിണ്ടുന്നില്ല. പുട്ടുപ്പമാവ്, പാൽപുട്ടുപ്പമാവ്. നല്ല രുചിയല്ലേ? ഇത് പാൽപുട്ടുപ്പുമാവാ. പാല് വെച്ച് നനച്ച പുട്ടിന്റെ ഉപ്പുമാവ്. പശുവും പാല് വെച്ച് നനച്ചതാ. നല്ല രുചിയില്ലേ? അപ്പക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ എന്നാ ഇങ്ങനെ അപ്പ നിങ്ങളെ? ഞാൻ ചൂടാക്കിയ പ്ലേറ്റിൽ തന്നെ എടുത്തതാണ്. പിന്നെ പറ്റുമൊന്നുമില്ല, ഈ പാത്രമൊക്കെ കുറെ കഴുകാൻ. തീർന്നു, മീനും തീർന്നു. ഇന്ന് മീൻ മറക്കണം. ഇനി ഒരു ഷൂട്ടും കൂടെ ഉണ്ടോ? ഇത് കണ്ടോ കപ്പ. ഇന്ന് റെഡ് അലർട്ടാട്ടോ മഴ പറഞ്ഞേക്കണേ. അപ്പേര് പറഞ്ഞാരാ? ഡിസംബർ 17 എനിക്കതിൽ വലിയ ഭയമൊന്നുമില്ല. വൈകിട്ട് മഴ പൊടിയുണ്ട്. കാരണം കാറ്റും ഇടിയും ഇട്ടാതിരുന്ന കുഴപ്പമില്ല. മഴ എത്ര പെയ്താലും നമുക്ക് വിഷയമില്ല. കാറ്റും ഇടിയും ഇട്ടിയ ഭയാനക, നാശനഷ്ടങ്ങൾ ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവരുത്. അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല തകരാറുകളും വരും. മരങ്ങൾ ഒരുപാട് നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഒടിഞ്ഞു വരും കാറ്റത്ത്. ഇടി, മിന്നല്, പ്രകൃതിക്ഷോഭം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതായാലും വലിയ പ്രശ്നം. മഴ ധാരധാരിയായിട്ട് പെയ്തോട്ടെ, നമുക്ക് വിഷയമില്ല. എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഈ അഭിപ്രായമാണോ എന്ന് പറയട്ടോ. എവിടെയാ മഴയത്ത് പോണേ? അമ്മ കറിവേപ്പില എടുക്കാൻ പോവാട്ടോ. ഇതെന്താന്നറിയില്ല, മഴയാണേലും ഭയങ്കര ഫോഗ്. ഒരു പ്രത്യേക കാലാവസ്ഥ. ചാറ്റൽ മഴയേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഫോഗിന്റെ ഒരു അന്തരീക്ഷം. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. അമ്മ പോവാ. എന്താ അവിടെ ഒരു കറിവേപ്പ് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾറെഡി കണ്ടിട്ടുള്ള ആ വീഡിയോയിൽ പലതവണ. കണ്ട കണ്ട ഒരു ഫോഗ് കാണുന്നില്ലേ? ഒരു മൂടൽ മഞ്ഞും അല്ല, പക്ഷെ ഒട്ടും തണുപ്പില്ല. അതിൻ്റെ ഒന്നും ആ ഒരു പ്രകടനം മാത്രമേ ഉള്ളൂ. മഞ്ഞിന്റെ പ്രകടനം മാത്രമേ ഉള്ളൂ. അത് പുക പോലെ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഒരു ഫോഗ് പോലെ ഉള്ളൂ. ഒന്നുമില്ല, പാടത്ത് വിജനതയായിട്ടിരിക്കും. അവിടെ പണിക്കാരോ ഒരു സംഗതികൾ അവിടെ ഇപ്പൊ നടക്കണില്ല, പക്ഷെ മഞ്ഞ് പോലെ ഇരിക്കണം അല്ലേ? ഇച്ചിരി പറഞ്ഞേ മണത്ത് നോക്കിയാൽ നിങ്ങൾ ആ ചാച്ചാച്ചിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിൻ്റെ അത് നല്ല മണം. അതിന്റെ മണം തിരുമി എടുത്തു കഴിഞ്ഞാൽ നല്ല മണം. അത് നല്ല മണം. പോട്ടെ, മീൻ എടുപ്പത്തിരിക്കും. അതാ വെളാമീനാണോ? വെളാമീനാ. ക്രിസ്മസ് ട്രീ എടുക്കും. അത് ഫുള്ളാവട്ടെ. മഴ പെയ്യണോണ്ട് പുൽക്കൂട് 2 ദിവസം കഴിഞ്ഞിട്ട് വെക്കാം. അതായിരിക്കും നല്ലത്. കൂട് ശരിയാവില്ല അങ്ങനെ വെക്കാം. ഇത് പിന്നെ ബൾബൂരിയെ ചകത്തേക്കെങ്കിലും വെക്കാം. കൂട് പാടാതെ കയറ്റി വെക്കും. അല്ലെങ്കിൽ അറ്റ കയറ്റി വേണമെങ്കിൽ ഇവിടെ നമുക്ക് വിൽക്കൂട് വെക്കും. അത് മഴ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അമ്മ അതും കണ്ടുപിടിച്ചു.
ഇതന്നെ ഇതിനകത്തൊരു വെള്ള കളർ പോലെ. അതങ്ങനെ വെന്ത് വരുമ്പോ വന്നു. വെന്ത് വരുമ്പോ വന്നു. ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലര് പറയും ഇതെന്താണ് വെള്ള കളർ എന്ന് ചിലർ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. മസാല തിരിഞ്ഞ് വറുത്ത് വരുമ്പോ ആ ഭാഗത്ത് വൈറ്റ് ഇത് വന്നത് അത് കണ്ടോട്ടോ. വേവിക്കാൻ വെച്ചപ്പോ എടുത്തില്ലായിരുന്നു ഒന്നും. അന്നേരം ഒന്ന് എടുത്ത് കാണിക്കായിരുന്നല്ലോ ഒന്നും. ഇനിയിപ്പോ എന്നെ വെള്ളക്കളർന്നു. അതാ ഉപ്പിന്റെ ഒക്കെയാണ്. ഇന്ന് പതിവില്ലാതെ ഉച്ച സമയത്തല്ല അമ്മ വറുക്കണത്. വൈകുന്നേരം 4:45 അത്താഴത്തിനുള്ളതാണ്. അതെ. പകുതി അങ്ങ് മുരിച്ചു വെച്ചാലേ 7:30 ആകുമ്പോഴത്തേക്കും ഫുള്ളാക്കാം. ഊണ് കഴിക്കാറാണ്. മഴയുണ്ടോ? ഇന്ന് റെഡ് അലർട്ടാ. തേച്ച തുണി. ഷർട്ടാണോ? അമ്മ ഇവിടെ ഇരുന്ന് വീഡിയോ കാണുകയാണ്. തേച്ച തുണി കിട്ടി ഇന്നലെ അമ്മ പറഞ്ഞു.